സോ ഇതാണ് ഷവോമിയുടെ ലേറ്റസ്റ്റ് റെഡ്മി നോട്ട് 13 Pro Plus. ഓബ്വിയസ്ലി ഇതുവരെ ഇന്ത്യയിൽ വന്നിട്ടില്ല, വരും. ഈ ഒരു യൂണിറ്റ് ഞാൻ നേരെ അങ്ങ് ചൈനയിൽ നിന്നാണ് വരുത്തിയിരിക്കുന്നത്. ഓക്കെ, സോ അൺബോക്സ് ചെയ്യാം. വൈറ്റ് ബോക്സ് വിത്ത് ഗോൾഡൻ ഫോണ്ട്. ബോക്സിന്റെ ഉള്ളിൽ ഡോക്യുമെന്റ്സ്, മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ട്രാൻസ്പെറന്റ് TPU കേസ് തരാതെ നല്ല ക്വാളിറ്റി ഉള്ള ബ്ലാക്ക് കളർ TPU കേസ് ആണ് തന്നിരിക്കുന്നത്. കൂടെ 120 വാട്ടിന്റെ സൂപ്പർ ഫാസ്റ്റ് GAN ചാർജർ തന്നിട്ടുണ്ട് വിത്ത് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ. എന്താ ഡിസൈൻ! നമ്മുടെ പണ്ടത്തെ നോക്കിയ ലൂമിയ ഫോൺ ഓർമ്മയുണ്ടോ? വിൻഡോസ് ഫോൺസ്. അതിന്റെ സോഫ്റ്റ്വെയറിൽ ഇതുപോലുള്ള ടൈൽ സെറ്റപ്പ് ആയിരുന്നു, നല്ല കളേർഡ് ടൈൽ സെറ്റപ്പ്. ഇതിന്റെ ബാക്ക് ഡിസൈൻ കാണുമ്പോൾ എനിക്ക് ആക്ച്വലി ആ ഒരു നോക്കിയ ലൂമിയുടെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഓർമ്മ വരുന്നത്. ഇതേ ഡിസൈൻ തന്നെ ഇന്ത്യയിലേക്ക് വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ ട്വിറ്ററിൽ ഈ ഫോണിന്റെ ഡിസൈൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബാക്കിന്റെ ലീക്ഡ് ഇമേജ് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാണ് ഈ ഒരു ഫോൺ ഇന്ത്യയിലേക്ക് വരുത്തി ടെസ്റ്റ് ചെയ്യണമെന്ന്. എനിക്ക് ഇതിന്റെ ഡിസൈൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതായത് വേറെ ഷെയ്ഡുള്ള, ഫോർ എക്സാമ്പിൾ ഇവിടെ ബ്ലൂ കളർ, ഗ്രീൻ, ഒരു പർപ്പിളിന്റെ ഷെയ്ഡുള്ള ഒരു നല്ലൊരു മിക്സ് കളർ ഡിസൈൻ ആണ് തന്നിരിക്കുന്നത്. കുറച്ചും കൂടി ഒരു സ്ട്രോങ് കളർ കൊടുത്തിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു. അതായത് ഒരു പാസ്റ്റൽ കളർ എന്നൊക്കെ പറയാറുണ്ടല്ലോ, ലൈറ്റ് ഷെയ്ഡുള്ള പാസ്റ്റൽ കളേഴ്സ് ആണ് തന്നിരിക്കുന്നത്. കുറച്ചും കൂടി വൈബ്രന്റ് കളേഴ്സ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയേനെ. എനിവേ നല്ല ക്വാളിറ്റി ഉള്ള വീഗൻ ലെതർ ഫിനിഷ് ആണ് ബാക്കിൽ തന്നിരിക്കുന്നത്. സോ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ നല്ല പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. പക്ഷേ വീഗൻ ലെതർ ആയതുകൊണ്ടും അതിനോടൊപ്പം തന്നെ ഇത്രയും ലൈറ്റ് കളർ ആയതുകൊണ്ട് ഈ നമ്മുടെ കയ്യിലുള്ള അഴുക്കാണെങ്കിലും എണ്ണയാണെങ്കിലും ഫുഡിലുള്ള മസാലയൊക്കെ ഉണ്ടല്ലോ, അത് ഇതിന്റെ ബാക്കിൽ പറ്റി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇന്നേ വരെ റെഡ്മി നോട്ട് സീരീസിൽ വരാത്ത കുറെ ഫീച്ചേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് നിങ്ങൾ ഓൾറെഡി കണ്ടു, ഈ ഒരു വീഗൻ ലെതർ ബാക്ക് ഡിസൈൻ. എന്നാൽ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ റെഡ്മി നോട്ട് സീരീസിലുള്ള ഒരു ഫീച്ചർ ഷവോമി ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ടെക് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ഫസ്റ്റ് ടൈം ആണ് ഒരു റെഡ്മി നോട്ട് ഫോണിൽ 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ വരുന്നത്. എന്ന് വെച്ചാൽ ഫുൾ HD++ ഡിസ്പ്ലേ എന്നൊക്കെ പറയാൻ പറ്റും. ഔട്ട്ഡോർ വിസിബിലിറ്റി കണ്ടോ, അമേസിംഗ് ആണ്. കാരണം 1800 നിറ്റ്സിൻ്റെതാണ് പീക്ക് ബ്രൈറ്റ്നസ്. ഓക്കെ, അതിനോടൊപ്പം തന്നെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് കണ്ടോ, നല്ല മിനിമം ആൻഡ് യൂണിഫോം ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ HDR10+ന്റെ സപ്പോർട്ടും ഡോൾബി വിഷൻ സർട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. ഇതെല്ലാം നെറ്റ്ഫ്ലിക്സിന് കാണിക്കുന്നുണ്ട്. TUV റൈൻലൈൻഡ് ഫ്ലിക്കർ ഫ്രീ സർട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. സോ ഈ പ്രൈസിൽ ഒരു ബ്രാൻഡിന് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഷവോമി ഈ ഒരു ഫോണിൽ കുത്തി നിറച്ച് തന്നിട്ടുണ്ട്. സോ 6.67 ഇഞ്ച് സൈസ് ഉള്ള നല്ല ബ്യൂട്ടിഫുൾ കർവ്ഡ് ആംബുലർ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതിന്റെ ഡിസ്പ്ലേയിൽ ഷവോമി ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിന് ചുറ്റുമുള്ള ഈ ഫ്രെയിം കണ്ടോ, ഫ്ലാറ്റ് ഫ്രെയിമിലാണ് വരുന്നത്. അലൂമിനിയം, അതായത് ഒരു മെറ്റൽ ഫ്രെയിം ആണ് വരുന്നത്. പ്ലസ് IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ഫസ്റ്റ് ടൈം ആണ് ഷവോമിയുടെ റെഡ്മി നോട്ട് സീരീസിൽ വരുന്നത്. സോ ഇത്തവണ ഷവോമി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. 5000 mAh ബാറ്ററി ഉള്ള ഫോൺ എന്ന നിലയിൽ 200 ഗ്രാമിന്റെ വെയിറ്റ് ഓക്കെ ആണ്, ആവറേജ് വെയിറ്റ് എന്നൊക്കെ പറയാൻ പറ്റും. സോ സൂപ്പർ ലൈറ്റ് വെയിറ്റ് ഫോണൊന്നും അല്ല. പിന്നെ കഴിഞ്ഞ വർഷം വന്ന സെയിം 120 വാട്ടിന്റെ ചാർജർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ചാർജർ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഫോൺ ഏകദേശം 20-21 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് റിയലി അമേസിംഗ്. ഹാപ്റ്റിക്സിന് വേണ്ടി ഷവോമി ഇതിൽ ഡെഡിക്കേറ്റഡ് ലീനിയർ മോട്ടർ കൊടുത്തിട്ടുണ്ട്. സോ ടൈപ്പ് ചെയ്യുമ്പോഴും ബാക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ക്യാമറ UIയിലൊക്കെ നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്. നോർമലി ഷവോമി ഫോൺസിന്റെ സ്പീക്കർ പെർഫോമൻസ് അടിപൊളിയായിരിക്കും. ഇവിടെ നല്ല സ്പീക്കർ പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. എന്നാൽ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ റെഡ്മി നോട്ട് സീരീസ് ഫോണിലുള്ള ഒരു ഫീച്ചർ ഇവിടെ ഇല്ല. അതാണ് ഹെഡ്ഫോൺ ജാക്ക്. ഈ പ്രൈസിൽ ഇപ്പം വേറെ ഒരു കമ്പനിയും ഹെഡ്ഫോൺ ജാക്ക് തരുന്നില്ല. റെഡ്മിയുടെ നോട്ട് 12 Pro Plus ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ എടുത്തു മാറ്റി. സോ RIP ഹെഡ്ഫോൺ ജാക്ക്. ഈ ഫോണിന്റെ പെർഫോമൻസിൽ അങ്ങനെ വലിയ മേജർ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. നല്ല പെർഫോമൻസ് ആണ് കിട്ടിയത്. 85% ത്രോട്ട്ലിംഗ് പെർഫോമൻസും 7 lakhന്റെ AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, BGMI 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആണ് കിട്ടുന്നത്. ഇതൊരു പ്യൂർ ഗെയിമിംഗ് ഫോൺ എന്നൊന്നും പറയാൻ പറ്റൂല. പക്ഷേ ഇതിൽ കൊടുത്തിരിക്കുന്ന MediaTekന്റെ Dimensity 7200 അൾട്രാ ചിപ്സെറ്റ്, കൂടെ വരുന്ന LPDDR5 RAM ആൻഡ് UFS 3.1 സ്റ്റോറേജ്, ഇതെല്ലാം ഒരു നല്ല ഓൾറൗണ്ട് പെർഫോമൻസ് ആണ് ഈ ഒരു ഫോണിൽ തരുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 ആണ് വരുന്നത് വിത്ത് MIUI 14. ഇതിലുള്ളത് ചൈനീസ് UI ആണ്, ഞാൻ കാണിച്ചു തരാം. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സിനെ കുറിച്ചൊന്നും ഇപ്പം സംസാരിക്കാൻ പോകുന്നില്ല. ഈ ഫോൺ ഇന്ത്യയിലേക്ക് വരട്ടെ, വന്നതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ നോക്കാം. കാരണം ഐ എം ഹോപ്പിംഗ് ഈ ഫോൺ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ലേറ്റസ്റ്റ് Android 14 വേണം വരാൻ. സെക്കൻഡ് ആണ് ഷവോമിയുടെ ഇപ്പം ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ഹൈപ്പർ OS ഉണ്ടല്ലോ, ഷവോമിയുടെ ഹൈപ്പർ OS, അതായിരിക്കും മിക്കവാറും വരാൻ പോകുന്നത്. അത് വരികയാണെങ്കിൽ അതിൽ കുറേ പുതിയ ഫീച്ചേഴ്സ് ഒക്കെ കാണും. സോ ആ ഒരു പുതിയ UI വന്നതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ഫീച്ചേഴ്സ് ഒക്കെ കാണാം. പിന്നെ ഇന്നേ വരെ റെഡ്മി നോട്ട് സീരീസിൽ വരാത്തൊരു ഫീച്ചർ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഇത്രയും കാലം AMOLED ഡിസ്പ്ലേ ഉണ്ടായിട്ടും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് ഷവോമി കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ കണ്ടില്ലേ,
ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ തന്നിട്ടുണ്ട്. സോ അതും നല്ലതാണ്. പക്ഷേ കഴിഞ്ഞ തവണ വന്ന എക്സാക്ട്ലി സെയിം ക്യാമറ സെറ്റപ്പ് ആണ് ഇത്തവണ കൊടുത്തിരിക്കുന്നത്. അതായത് 200 മെഗാ പിക്സൽ +8+2 ആ ഒരു 2 മെഗാ പിക്സലിന്റെ ക്യാമറ എടുത്ത് മാറ്റായിരുന്നു. ഇവിടെ ഈ 2 ലെൻസ് മതിയായിരുന്നു ആക്ച്വലി. ഫോട്ടോ സാമ്പിൾസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ടിപ്പിക്കൽ റെഡ്മി ക്യാമറ പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. അതായത് കിട്ടുന്ന ഫോട്ടോസിൽ നല്ല വാം ടോൺ ഉണ്ട്, നല്ല കളർഫുൾ പഞ്ചി വൈബ്രന്റ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്, നല്ല ഡീറ്റെയിൽസ് ഉള്ള ഫോട്ടോസ് ആണ് കിട്ടുന്നത്. ഹ്യൂമൻ സബ്ജക്റ്റിന്റെ ഫോട്ടോ ആണെങ്കിലും അത്യാവശ്യം നല്ലോണം തന്നെ പ്രോസസ് ചെയ്യുന്നുണ്ട്. യെസ്, പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ അത് സെൽഫി ക്യാമറ ആണെങ്കിലും റിയർ ക്യാമറ ആണെങ്കിലും പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ ചെറിയ രീതിയിൽ സ്കിൻ സ്മൂത്തനിങ് നടക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു കട്ടൗട്ട് ഉണ്ടല്ലോ, എഡ്ജ് ഡിറ്റക്ഷൻ, അതൊക്കെ നല്ലോണം ചെയ്യുന്നുണ്ട്. അവിടെ ഒന്നും പാളി പോകുന്നില്ല. സോ അതൊക്കെ നല്ലതാണ്. പിന്നെ ഒരു 2x and 4x സൂമിന്റെ മോഡ് ഉണ്ട്. ബേസിക്കലി ഡിജിറ്റൽ സൂം ആണ്. ഡീസെന്റ് അൾട്രാവൈഡ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. 8 മെഗാ പിക്സലിന്റെ ആണല്ലോ അൾട്രാവൈഡ്. സോ ആ ഒരു പെർഫോമൻസും ആ ഒരു ഡീറ്റെയിൽസ് പ്രതീക്ഷിച്ചാൽ മതി. വീഡിയോ പെർഫോമൻസിൽ ഇംപ്രൂവ്മെന്റിന്റെ ആവശ്യമുണ്ട്. സോ സെൽഫി ക്യാമറയുടെ വീഡിയോ ആണെങ്കിലും സെൽഫി ക്യാമറയിൽ 1080p മാത്രമേ കിട്ടുന്നുള്ളൂ. റിയർ ക്യാമറയിൽ 4K 30 FPS ആണ് മാക്സിമം. അവിടെ സ്കിൻ ടോൺ ഒക്കെ അവിടെ ഇവിടെ പാളി പോകുന്നുണ്ട്. അതായത് എന്തോ ഒരു ഓവർ ഷാർപ്പണിങ് അല്ലെങ്കിൽ ഓവർ സ്മൂത്തനിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പല ഫ്രെയിംസിലും സ്പെഷ്യലി ഫേസിൽ നല്ലോണം ലൈറ്റ് അടിക്കുമ്പോൾ. സോ ഈ Redmi Note 13 Pro Plusന്റെ മെയിൻ ക്യാമറ വെച്ച് നമുക്ക് മാക്സിമം 4K 30 FPS വീഡിയോസ് എടുക്കാൻ പറ്റും. 200 മെഗാ പിക്സൽ ക്യാമറയാണ്. സോ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഫോണിന്റെ ഓഡിയോ ക്യാപ്ചറിങ്, മൈക്ക് ക്യാപ്ചറിങ് ഒരു എബിലിറ്റിയും ജഡ്ജ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എങ്ങനെയുണ്ട് പെർഫോമൻസ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഒന്ന് ഫാസ്റ്റ് ആയിട്ട് നടന്നു നോക്കാം എങ്ങനെയുണ്ട് സ്റ്റെബിലൈസേഷൻ. സോ വലിയ പ്രോബ്ലം ഒന്നുമില്ല. നമ്മുടെ സബ്ജക്റ്റ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എല്ലാം നല്ലോണം സ്റ്റേബിളായിട്ട് തന്നെ വരുന്നുണ്ട്. ഒരു അൾട്രാ സ്റ്റഡി മോഡും കൂടി ഉണ്ട് കേട്ടോ. ഞാനത് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ഇത് നോർമൽ OIS + EIS ആണ്. നല്ല സ്റ്റെബിലൈസേഷൻ ആണ്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. സോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു 1080p 30 FPS വീഡിയോ നമ്മുടെ Redmi Note 13 Pro Plusന്റെ സെൽഫി ക്യാമറ വെച്ചാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അവിടുന്ന് അത്യാവശ്യം ലൈറ്റ് അടിക്കുന്നുണ്ട്. എന്നാലും ഫോൺ അതിൻ്റെ ഒരു എഫക്റ്റ്, ലൈറ്റിൻ്റെ എഫക്റ്റ് അത്യാവശ്യം നല്ലോണം തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സ്റ്റെബിലൈസേഷൻ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫേസ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഇപ്പോൾ കാണുമ്പോൾ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങളും താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നും താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ക്യാമറ UI താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ കുറേ ഫീച്ചേഴ്സ് കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഫ്ലാഷ് ഉണ്ട്, ആസ്പെക്ട് റേഷ്യോ, HDR, AI ക്യാമറ, ഡൈനാമിക് ഷോട്ട്സ്, മാക്രോ, വോയിസ് ഷട്ടർ, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോ സെക്ഷനിൽ താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് റെസൊല്യൂഷൻ സെലക്ട് ചെയ്യാം, FPS. സോ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. മോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയാണ് പ്രോ മോഡ്, ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയുള്ള പ്രോ മോഡാണ്. പിന്നെ വ്ളോഗ് മോഡ്, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ലോങ് എക്സ്പോഷർ, ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. കൂടെ NFC-ക്കുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. Wi-Fi 6, Bluetooth 5.3 വരുന്നുണ്ട്. സിം സ്ലോട്ട് നോക്കുകയാണെങ്കിൽ യെസ്, ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു ഫോണിൽ SD കാർഡ് ഇടാൻ പറ്റൂല. ഓക്കെ, ഈ ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തപ്പോൾ ഈ ഫോണിന്റെ ബേസ് വേരിയന്റ് ഉണ്ടല്ലോ 12GB 256GB, അതിന്റെ ചൈനീസ് പ്രൈസ് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 23,000 രൂപയ്ക്കാണ് വന്നത്. കൂടുതൽ ഹാപ്പി ആവേണ്ട, കാരണം എന്തായാലും ആ പ്രൈസിൽ ഇന്ത്യയിലേക്ക് വരൂല. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏകദേശം 27,000 രൂപ 28,000 രൂപയായിരിക്കും പ്രൈസ്. ആ പ്രൈസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു സോളിഡ് ഓൾറൗണ്ട് പാക്കേജ് ആയിരിക്കും. കാരണം നോർമലി ഈ IP റേറ്റിംഗ് അല്ലെങ്കിൽ മെറ്റൽ ബിൽഡ് ഒന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. വരാറുണ്ട്, പക്ഷേ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ടൈം ആണ് Redmi Note സീരീസിൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നത്. സോ ഓവറോൾ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും Xiaomi-യുടെ സൈഡിൽ നിന്നുള്ള ഒരു സോളിഡ് ഓൾറൗണ്ട് ഫോൺ ആവാനുള്ള സാധ്യതയുണ്ട് ഈ Redmi Note 13 Pro Plus. ഇനി നിങ്ങൾക്ക് ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആണ് താല്പര്യമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ Samsung S23 Ultra വേഴ്സസ് iPhone 15 Pro Maxന്റെ മെഗാ കമ്പാരിസൺ കാണാൻ പറ്റും. ദിസ് യുവർ ഫ്രണ്ട് Mr. Perfect signing off. Goodbye.